നെക്സ്റ്റ് മൊഡ്യൂൾ 4 കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ്. സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോ എന്താണെന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷൻ്റെ സീറോ ആണ്, അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ, ഇങ്ങനെ വരുന്ന കേസിൽ എ സീറോ ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ദ വാല്യൂ ഓഫ് സെഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് സെഡ് സീറോ ആകുന്ന സെഡിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോ ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഇവിടെ എഫ് എന്താണ്? ഇസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് സീറോ ആകുന്ന സെഡിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസ് ദ സീറോ ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സീറോ ഓഫ് ഓർഡർ എം, അങ്ങനെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്. സീറോ ഓഫ് ഓർഡർ എം, അതായത് ഞാൻ ലെറ്റ് എക്സാമ്പിളിലൂടെ പറയണേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എഫ് ഓഫ് സെഡ് എന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷനാണ് അല്ലേ? കോസ് സെഡ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. എഫ് ഓഫ് പൈ ബൈ ടു, ഞാൻ എഫ് ഓഫ് പൈ ബൈ ടുവിൻ്റെ വാല്യൂ ആണ്. എഫ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക വാല്യൂ? കോസ് പൈ ബൈ ടു. കോസ് പൈ ബൈ ടു എന്താണ്? സീറോ ആണ് അല്ലേ? കോസ് പൈ ബൈ ടു പറഞ്ഞാൽ സീറോ ആണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ സെറ്റ് ആണ് അല്ലേ? ഞാൻ എഫ് ഡാഷ് ഓഫ് പൈ ബൈ ടു കാണുകയാണ്. എഫ് ഡാഷ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് സൈൻ പൈ ബൈ ടു. സൈൻ പൈ ബൈ ടു എന്താണ്? 1 ആണ് അല്ലേ? 1 ആണ് വരും. -1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എനിക്ക് ഫസ്റ്റ് എഫിൽ അല്ലേ, എഫിൽ നോക്കിയപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണത്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നോക്കിയപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ എവിടെയാണോ നമുക്ക് ഇതിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വരുന്നത്, അവിടെ നമുക്ക് ഇതിനെ സീറോ ഓഫ് ഓർഡർ എം എന്ന് വിളിക്കാം. അതായത് ഇവിടെ സീറോ ഓഫ് ഓർഡർ എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് എഴുതാൻ പറ്റും? ഹെൻസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ 1 at z is equal to pi by 2 അല്ലേ? z is equal to z നോട്ട് എന്നുള്ളതിന് പകരം z is equal to pi by 2ൽ എഫ് ഓഫ് സെഡ് ഹാസ് എ ഓർഡർ ഏതാണ്? 1 ആണ് വരുന്നത് അല്ലേ? സീറോ ഓഫ് ഓർഡർ 1. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഇതിന് ഡെഫിനിഷൻ കൊടുക്കാം? ഇഫ് എഫ് ഓഫ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു 0 അല്ലേ? എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് പൈ ബൈ 2 ഇവിടെ ഈക്വൽ ടു 0 ആൻഡ് ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ m such that f raised to m of z naught not equal to 0 and each derivative of lower order vanish അല്ലേ? അതായത് ഇവിടെ എല്ലാ എഫ് റൈസ് ടു എം ഓഫ് സെഡ് നോട്ടിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നോട്ട് ഈക്വൽ ടു 0 ആയി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന എല്ലാ ഡെറിവേറ്റീവും, അതായത് എഫ് ഓഫ് സെഡ് നോട്ട്, അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സെട്ര, ഇതിൻ്റെ താഴെ വരിക പറഞ്ഞാൽ എഫ് റൈസ് ടു m - 1 ഓഫ് സെഡ് നോട്ട് വരെ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെയൊക്കെ വാല്യൂ എന്തായിരിക്കും? വാനിഷസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ ഈ ഒരു ഫംഗ്ഷൻ അല്ലേ, സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഏത് ഓർഡറിലാണ് നോട്ട് ഈക്വൽ ടു 0 കിട്ടുന്നത്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എഫ് ഈസ് സെറ്റ് ടു ഹാവ് എ സീറോ ഓഫ് ഓർഡർ എം. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന എല്ലാ ഓർഡറിലുള്ളതിൻ്റെയും വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, റൂൾസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു കോസ് സെഡിൽ എഫ് ഓഫ് സെഡ് കോസ് പൈ ബൈ 2 കൊടുത്തപ്പോൾ എന്താ കിട്ടിയത്? 0 ആണ്. അപ്പോൾ പൈ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമുക്ക് എന്താണ്? വാനിഷ് ആണ് അല്ലേ? അതായത് വാല്യൂ ഇല്ല, 0 ആണ് കിട്ടുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ കോസ് സെഡിൻ്റെ ഒരു 0 ആണ് പൈ ബൈ 2 എന്ന് പറയാം. സീറോ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് ഇതിന് നമുക്ക് ആൻസർ 0 അല്ലാതെ മറ്റൊരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളതെല്ലാം എന്തായിരിക്കും? വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് അല്ലേ, സെഡ് നോട്ട് ആയാലും എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ആയാലും ആ പോയിന്റിൽ വരുന്ന അതിൻ്റെ എല്ലാ വാല്യൂം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ എഫ് ഈസ് സെറ്റ് ടു ഹാവ് എ സീറോ ഓഫ് ഓർഡർ എം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. Let f of z is equal to z cube plus 2i z square minus z.
അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലേ. പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെഡ് എന്തായിരിക്കും, ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ആ കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. എഫ് ഓഫ് സെഡ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ എന്നുള്ള. അപ്പോൾ എഫ് ഓഫ് സെഡ് എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ഹെൻസ് ഞാനിവിടെ സെഡ് ഇസ് ഈക്വൽ ടു രണ്ട് സെഡ് നോട്ടിനുള്ള പോയിന്റ് നോക്കുന്നുണ്ട്. സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ഐ, രണ്ട് പോയിന്റ് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 0 എന്തായിരിക്കും, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ. ഇവിടെ 0 വരും, 0. അപ്പോൾ എഫ് ഓഫ് 0 എന്താ കിട്ടിയത്, 0 ആണ് കിട്ടിയത്. ദെൻ ഇവിടെ ഞാൻ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യും, 3z² പ്ലസ് അല്ലേ, ഇവിടെ 2 ഉണ്ടായിരിക്കും, അതായത് 4iz മൈനസ് 1 വരും. അപ്പോൾ ഇതിൽ നിന്നും എഫ് ഡാഷ് ഓഫ് 0 എന്താ വരിക, എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 3, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ -1 ഉണ്ടായിരിക്കും അല്ലേ. -1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എഫ് ഈസ് സെഡ് ടു ഹാവ് എ 0 ഓഫ് ഓർഡർ, ഏത് ഓർഡറിലാണ് എനിക്ക് കിട്ടിയത്, ഫസ്റ്റ് ഓർഡറിലല്ലേ, 0 ഓഫ് ഓർഡർ 1 അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു z0 എന്നുള്ള ഏതാണ് ഇവിടെ 0 അല്ലേ. 0 എന്നുള്ള പോയിന്റിൽ 0 ഓഫ് ഓർഡർ 1 ആണ്. ഇനി നമുക്ക് വേറെ z0 കൊടുത്തു നോക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. z0 ഇസ് ഈക്വൽ ടു ഞാൻ -i എന്ന് കൊടുക്കണം. ഓക്കെ, -i എന്ന് കൊടുത്തു. -i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് -i എന്താ വരിക, എഫ് ഓഫ് -i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, -i ഹോൾ ക്യൂബ് അല്ലേ, -i ഹോൾ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു i ഇൻറ്റു -i ഹോൾ സ്ക്വയർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, -i³ എന്ന് പറഞ്ഞാൽ -i ഇൻറ്റു -i ഇൻറ്റു -i ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, i എന്ന് വരും. ഓക്കെ, പ്ലസ് 2i ഇൻറ്റു -i² എന്താ, i² -1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, 2i ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 2i ഇൻറ്റു -1, ഇവിടെ -i എന്നുണ്ടായില്ലേ, അതെന്താവും +i എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്ത് വരും, 2i മൈനസ് 2i എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, എഫ് ഓഫ് -i എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് നോക്കാം, എഫ് ഡാഷ് ഓഫ് -i. എഫ് ഡാഷ് ഓഫ് -i എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഇവിടെ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3z² പ്ലസ് 4iz മൈനസ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എഫ് ഡാഷ് ഓഫ് -i നോക്കാം, അതായത് 3 ഇൻറ്റു -i ഹോൾ സ്ക്വയർ പ്ലസ് 4i ഇൻറ്റു -i മൈനസ് 1, ദാറ്റ് ഈസ് 3 ഇൻറ്റു -i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക, പ്ലസ് 4 ഇൻറ്റു i² എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ -4 ഉണ്ടായിരിക്കും അല്ലേ. -4 ഇൻറ്റു -1 വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് വരും, -3 പ്ലസ് 4 -1 വരും, ദാറ്റ് ഈസ് -3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് -i എന്താണെന്ന് കിട്ടി, 0 ആണ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും, എഫ് ഡബിൾ ഡാഷ് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് ആദ്യം ചെക്ക് ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡ് നമുക്ക് കിട്ടിയിരുന്നു എന്തായിരുന്നു, എഫ് ഡാഷ് ഓഫ് സെഡ് 3z² പ്ലസ് 4iz മൈനസ് 1 ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 3z² എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് 2 വരും അല്ലേ, 6z പ്ലസ് 4i എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് -i ഇതിൽ ചെക്ക് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് -i എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6 ഇൻറ്റു -i പ്ലസ് 4i എന്ന് വരും, ഈക്വൽ ടു ഇതെന്ത് വരും, -6i പ്ലസ് 4i എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു -2i എന്ന് വരും. ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഒരിക്കലും ഇതെന്താവില്ല, 0 ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, z is equal to -iൻ്റെ ഓർഡർ എന്തായിരുന്നു, ഈസ് എ 0 ഓഫ് ഓർഡർ ഏതായിരുന്നു, 2 ആയിരുന്നു അല്ലേ. 2ലാണ് കിട്ടിയത്, കാരണം എഫ് ഓഫ് എന്നുള്ളതിൽ നമുക്ക് 0 ആണ് കിട്ടിയത്, എഫ് ഡാഷിലും 0 ആണ് കിട്ടിയത്, എഫ് ഡബിൾ ഡാഷിൽ എന്താ കിട്ടിയത്, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്, ഇവിടെ 2 ആണ് അല്ലേ, 2 ആണ് ഓർഡർ, 0 ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളതെല്ലാം എന്തായാലും വാനിഷസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഉള്ളതെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 0 ഓഫ് ഓർഡർ m എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു തിയർ ആണ്, എ ഫംഗ്ഷൻ എഫ് ദാറ്റ് ഈസ് അനലിറ്റിക് അറ്റ് എ പോയിൻറ്റ് z0 ഹാസ് എ 0 ഓഫ് ഓർഡർ m അറ്റ് z0. അങ്ങനെയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് z0 എന്നുള്ള പോയിന്റിൽ, അതിൻ്റെ ഓർഡർ എന്താണ്, എഫ് ഹാസ് എ ഓർഡർ m അറ്റ് z0 അല്ലേ. ഓർഡർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഈസ് എ 0 ഓഫ് ഓർഡർ m ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഈസ് എ ഫംഗ്ഷൻ g
വിച്ച് ഈസ് അനലറ്റിക് ആൻഡ് നോൺ സീറോ അറ്റ് സെറ്റ് നോട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മറ്റൊരു ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യും. അതെന്തായിരിക്കും, അനലറ്റിക് ആയിരിക്കും. ആൻഡ് നോൺ സീറോ അറ്റ് സെറ്റ് നോട്ട്, സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിൽ നോൺ സീറോയും ആയിരിക്കും, അനലറ്റിക് ആയിരിക്കും അല്ലേ. അതായത് ജി ഓഫ് സെറ്റ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെറ്റ് മൈനസ് സെറ്റ് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെറ്റ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. തിരിച്ചിട്ടു അല്ലേ. എഫ് ഓഫ് സെറ്റിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ജി ഓഫ് സെറ്റ് എന്നുള്ള ഒരു അനലറ്റിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എഫ് എന്തായിരിക്കും, എഫ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം ആയിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്, ഫസ്റ്റ് ലെറ്റ് us assume that f is analytic at a point z0 and it has a zero of order m. സിൻസ് എഫ് ഓഫ് സെഡ് എന്താണ്, അനലറ്റിക് ആണ് അല്ലേ. എവിടെയാണ് അനലറ്റിക്, അനലറ്റിക് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സെഡ് നോട്ട് എന്നുള്ള പോയിന്റിനകത്ത് എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ സെഡ് നോട്ടിൻ്റെ നൈബർഹുഡിൽ അല്ലേ, നൈബർഹുഡിൽ എന്തായിരിക്കും, സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിലൊക്കെ അതെന്തായിരിക്കും, അനലറ്റിക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡാണ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എടുത്തു. ഓക്കെ, ലെസ് ദാൻ ആർ നോട്ട് എന്നുള്ള ഒരു നൈബർഹുഡാണ് എടുത്തത്. അപ്പോൾ സെഡ് നോട്ട് സെൻറ്റർ ആയിക്കൊണ്ട് ഒരു നൈബർഹുഡ് അല്ലേ, ഇങ്ങനെ വരിക. അപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇവിടെ റേഡിയസ് ആർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇതില്ല അല്ലേ, ഈ ബൗണ്ടറി ഇല്ലാതെ അതിൻ്റെ താഴെ എല്ലാ പോർഷൻസിലും അനലറ്റിക് ആണെന്ന് എടുത്തു. ദെൻ എഫ് ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് സെറ്റ് ഹാസ് എ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് അല്ലേ. അപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ടിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ത്രൂ ഔട്ട് ആ നൈബർഹുഡിനകത്ത് കംപ്ലീറ്റ് എന്തായിരിക്കും, ആ ടൈലർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു, നമ്മളെങ്ങനെയാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാറുള്ളത്, എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് അല്ലേ, പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ അങ്ങനെ എഴുതാറ്. അപ്പോൾ ഞാൻ എഫ് ഓഫ് സെറ്റ് നോട്ട് എഴുതി, ബാക്കിയുള്ളതിനെ സമ്മേഷൻ ഫോമിൽ എഴുതണം. ഓക്കെ, അപ്പോൾ എന്ത് വരും, സിഗ്മ ഇനി എങ്ങോട്ടാണ്, n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എങ്ങനെ എഴുതുക നമ്മൾ, എഫ് റൈസ് ടു എൻ ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഇത് വരും n ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു n ത്രൂ ഔട്ട് ദ നൈബർഹുഡ് അല്ലേ. ഈ നൈബർഹുഡിനകത്തും ഈ ടൈലർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം അതുപോലെ എഴുതി. ദെൻ സെക്കൻഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് വരിക. തേർഡ് എന്താ വരിക, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ഇനി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട് എന്ന് കിട്ടി, അനലറ്റിക് ആണെന്നുള്ള കണ്ടീഷനിൽ അത് കിട്ടിയത്. അതുപോലെ എഫ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എഫ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം, ഓർഡർ എം ആണ് തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് നോട്ട് ഓർഡർ എം അറ്റ് എവിടെയാണ് തന്നിട്ടുള്ളത്, സെഡ് നോട്ട് അല്ലേ, അറ്റ് സെഡ് നോട്ട്. അപ്പോൾ എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുപോലെ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് സീറോ ആയിരിക്കും, എക്സെട്ര എഫ് റൈസ് ടു എം മൈനസ് 1 ഓഫ് സെഡ് നോട്ട് വരെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇതല്ലേ സീറോ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞാൽ അല്ലേ. സീറോ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞാൽ ആ എമ്മിൽ അതെന്തായാലും ഒരിക്കലും സീറോ അല്ലേ. ദാറ്റ് ഈസ് എഫ് റൈസ് ടു എം ഓഫ് സെഡ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിൻ്റെ താഴെ വരുന്ന എല്ലാതും എന്തായിരിക്കും, ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇതാണ് സീറോ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും കഴിഞ്ഞാൽ, എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിപ്പോൾ സീറോ ആവും, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്താവും സീറോ ആവും, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് സീറോ ആവും. ഏത് വരെ സീറോ ആകും, എം മൈനസ് 1 വരെ സീറോ ആവും. പിന്നെ എവിടുന്ന് അങ്ങോട്ടായിരിക്കും ഉണ്ടാകുന്നത്, എം മുതൽ എം പ്ലസ് 1 എം പ്ലസ് 2 അങ്ങോട്ടുണ്ടായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ആയിരിക്കും എഫ് റൈസ് ടു എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് അടുത്ത എന്ത് വരും, എഫ് റൈസ് ടു എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എം പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 പ്ലസ് എക്സെട്ര ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ഈക്വൽ ടു അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും,
ഇവിടെ z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ബാക്കി ടേംസ് എന്തായിരിക്കും, ഇവിടെ f റേസ് ടു m ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ m ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും. പ്ലസ് ഇതിലുണ്ട് എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m പോകുന്നു അല്ലേ, അതായത് f റേസ് ടു m പ്ലസ് 1 ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ m പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് വരും പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ഇസ് ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ഞാൻ ഈ ടേമിന് g ഓഫ് സെറ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് f ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m g ഓഫ് സെറ്റ്, വേർ g ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേർ g ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു f റേസ് ടു m ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ m ഫാക്ടോറിയൽ പ്ലസ് f റേസ് ടു m പ്ലസ് 1 ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ m പ്ലസ് 1 ഫാക്ടോറിയൽ അല്ലേ, m പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു 1 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. അതായത് എനിക്ക് എഫ് ഓഫ് സെറ്റിനെ എങ്ങനെ എഴുതാൻ പറ്റി, z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ജി ഓഫ് സെറ്റിന് എഴുതാൻ പറ്റി. ഓക്കെ, ഈ ജി ഓഫ് സെറ്റ് എന്താണ്, വിച്ച് ഈസ് എ ഫംഗ്ഷൻ അല്ലേ, വിച്ച് ഈസ് എ നോൺ സീറോ ഫംഗ്ഷൻ. നോൺ സീറോ ഫംഗ്ഷൻ തന്നെ അല്ലേ, ജി ഓഫ് സെറ്റ് ഈക്വൾ ടു സീറോ എന്ന ഫംഗ്ഷൻ ആണല്ലോ അല്ലേ. നോൺ സീറോ ഫംഗ്ഷൻ അറ്റ് z നോട്ടിൽ വരുന്ന നോൺ സീറോ ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൾ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ജി ഓഫ് സെറ്റിന് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് ചെയ്തു അല്ലേ, എഫ് അനലറ്റിക്കും അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലറ്റിക് ആൻഡ് നോൺ സീറോ അറ്റ് z നോട്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ജി ഓഫ് സെറ്റ് അങ്ങനെ എഴുതാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്തെടുക്കാം, എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു ജി ഓഫ് സെറ്റ്, ആ ഫോമിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് അനലറ്റിക്കും അതുപോലെ തന്നെ എഫ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം ആണെന്നും കൂടെ കാണിക്കണം. കോൺവേഴ്സ് പാർട്ട് അല്ലേ, കോൺവേഴ്സ്ലി നമ്മൾ എന്തെടുക്കണം, എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m. വേറെ ഇവിടെ ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് സെറ്റ് ഈസ് ആൻ അനലറ്റിക് ഫംഗ്ഷൻ അല്ലേ, അനലറ്റിക് ആണ്, നോൺ സീറോ ആണ്. അതായത് ജി ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് z നോട്ട് അല്ലേ, ആൻഡ് നോൺ സീറോ കൂടാണ് കേട്ടോ, നോൺ സീറോയുമാണ്. ദെൻ ജി ഓഫ് സെറ്റ് അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് z നോട്ട്, ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സം നൈബർഹുഡ് അല്ലേ, അതിൻ്റെ നൈബർഹുഡ് ഞാൻ ജി ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ R1 ഉള്ള മറ്റൊരു നൈബർഹുഡ് എടുത്തു. ഓക്കെ, R1 റേഡിയസിൽ വരുന്ന മറ്റൊരു നൈബർഹുഡ് എടുത്തു ഓഫ് z നോട്ട്. ദെൻ ഇതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാൻ പറ്റില്ലേ, ദെൻ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ജി ഓഫ് സെറ്റ് ഈസ് ഗിവൺ ബൈ ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, ജി ഓഫ് സെറ്റിനെ നമുക്ക് ജി ഓഫ് z നോട്ട് പ്ലസ് അല്ലേ, ജി ഓഫ് z നോട്ട് പ്ലസ് ജി ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ R1 ഉള്ള മറ്റൊരു റേഡിയസിൽ കൊടുത്തു. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുക്കാം. ഇവിടെ ഈ ജി ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2 അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, അതായത് ജി ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ജി ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, z മൈനസ് z നോട്ട് ഹോൾ റേസ് ടു m കൊണ്ടാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ഓരോ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യണം, z മൈനസ് z നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, ജി ഓഫ് z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ റേസ് ടു m പ്ലസ് ജി ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട്, ഇവിടെ m ഉണ്ട് ഇവിടെ 1 ഉണ്ട്, അതായത് m പ്ലസ് 1 പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട്, ഇവിടെ എന്ത് വരും m പ്ലസ് 2 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെറ്റിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ എഫ് ഓഫ് സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇങ്ങനെ ഒരു ടൈലർ സീരീസ് ഫോമിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു യുണീക്നെസ് റെപ്രസെൻറ്റേഷൻ പഠിച്ചിരുന്നില്ലേ, ടൈലർ സീരീസിൻ്റെ യുണീക്നെസ് ഓഫ് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് തന്നെയാണ് എഫ് ഓഫ് സെറ്റിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് സെറ്റ് എബൌട്ട് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ R1 ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെറ്റ് ഇതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ബൈ യുണീക്നെസ് ഓഫ് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എഫ് ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് z നോട്ട് അല്ലേ, ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് z നോട്ട്
പറയാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് സെറ്റ് അനലറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതണം. അപ്പോൾ ഇവിടെ വരുന്ന കോയിഫിഷ്യൻ്റ് ഏതിൻ്റെതായിരിക്കും? ഇത് ഏതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും? എഫ് റേസ് ടു എമ്മിൻ്റെതായിരിക്കും അല്ലേ. സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എഫ് റേസ് ടു എമ്മിൻ്റെത്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് 0 ആയിരിക്കും, എക്സെട്ര. എഫ് റേസ് ടു എം മൈനസ് 1 വരെ എന്തായിരിക്കും? സെഡ് നോട്ട് വരെ 0 ആയിരിക്കും. ദെൻ എഫ് റേസ് ടു എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക ശരിക്കും? ആക്ച്വലി എഫ് റേസ് ടു എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് അല്ലേ, കോയിഫിഷ്യൻ്റ് ഓഫ് എന്താ വരിക? സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയലും കൂടെ ഉണ്ടായി ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എമ്മിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ വരുന്നത്? ജി ഓഫ് സെഡ് നോട്ട് ആണ് അല്ലേ. ജി ഓഫ് സെഡ് നോട്ട്, ഇവിടെ ഒരു എം ഫാക്ടോറിയൽ ഉണ്ട്, അപ്പോൾ ഇൻറ്റു എം ഫാക്ടോറിയൽ. ജി ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എം ഫാക്ടോറിയൽ ഇതെന്തായിരിക്കും? ഒരിക്കലും ഒരു നോൺ സീറോ ആയിരിക്കില്ല, ഒരിക്കലും 0 ആവില്ല. അപ്പോൾ എഫ് റേസ് ടു എം ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. ബാക്കി അതിൻ്റെ താഴെ വരുന്ന എല്ലാ ടേംസും എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. അതായത് എഫ് ഓഫ് സെഡ് ഹാസ് എ 0 ഓഫ് ഓർഡർ എം ആണെന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. എഫ് ഓഫ് സെഡ് ഹാസ് എ 0 ഓഫ് ഓർഡർ എം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എന്താണെന്ന് കിട്ടി? എഫ് അനലറ്റിക് ആണെന്നും കിട്ടി. എഫ് ഹാസ് എ 0 ഓഫ് ഓർഡർ എം ആണെന്ന് കിട്ടി. കാരണം എഫ് റേസ് ടു എം ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ താഴെ വരുന്ന എല്ലാതും എന്താണെന്നും കിട്ടി? 0 ആണ്. നമുക്ക് ഇത് തന്നെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇവിടെ എഫ് ഓഫ് സെഡ് ഈസ് എ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് കിട്ടിയത് ഈ ജി ഓഫ് സെഡിൻ്റെ ടേമിലാണ് കിട്ടിയത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് അറ്റ് സെഡ് നോട്ട് എന്ന് പറയാൻ പറ്റും. ദെൻ എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് 0 ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ആ കോയിഫിഷ്യൻ്റ് മുതലാണ് അല്ലേ. എഫ് റേസ് ടു എം ഓഫ് സെഡ് നോട്ട് മുതലാണ് നമുക്ക് വരുന്നത്. അതൊരിക്കലും 0 അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഹാസ് എ 0 ഓഫ് ഓർഡർ എം ആണ്.